ഹലോ ഫ്രണ്ട്സ്, എന്താ എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്കിന്ന് നാത്തൂൻ്റെ വീട്ടിൽ മുണ്ടേരിയിൽ സൽക്കാരമുണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മുണ്ടേരിക്ക് പോകണം എന്തിനാണെന്ന് മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയും കേട്ടോ. അവിടെ പുഴയുണ്ട്, അപ്പോൾ അവിടെ ചാടാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുഴയിലൊക്കെ ചാടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ നേരത്തെ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സൽക്കാരം ഉണ്ടായതുകൊണ്ട് താത്തയും അളിയൊക്കെ പറയണം നേരത്തെ വന്നുകൊണ്ട് അവിടെ പോയാൽ പിന്നെ രാവിലെ പോയാൽ വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ അതിന് കണ്ടു വന്നാൽ മതി എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള നമ്മളെ ചീയപ്പൊക്കെ ഉണ്ടാക്കി അത് മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴത്തിന് അവർക്കുണ്ടാക്കി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മക്കളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ പെട്ടെന്നെല്ലാം ആക്കുകയാണ് കേട്ടോ. അവർ വരുമ്പോഴത്തേന് വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം കഴിച്ച് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ ഒരുവിധം സൽക്കാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ എൻ്റെ വീട്ടിലത്തെ സൽക്കാരം, മൂത്തച്ഛൻ്റെ കാരപ്പുറത്തെ വീട്ടിലെ സൽക്കാരം, നാത്തൂൻ്റെ വീട്ടിലെ സൽക്കാരം, ഇതൊക്കെ പിന്നെ എല്ലാവരും പുതിയാപ്പിളയും മാത്രമല്ല പോണത്, വീട്ടുകാരെല്ലാവരും കൂടെയാണ് പോണത് കേട്ടോ. നമ്മളെ വീട്ടിലെല്ലാവരും. കാരണം മൂത്തച്ഛനും ഭാവിയും ഒക്കെ ഇപ്പോൾ സൗദിയിൽ നിന്ന് അവർ വന്നിട്ടുള്ളൂ. അപ്പോൾ കല്യാണത്തിനായിട്ട് വന്നതാണ് അവർ. ഇനിയിപ്പോൾ അവർ തിരിച്ചു പോകാനായി. മൂത്തച്ഛനും പോകുന്നുണ്ട്, ഭാവിയും പോവും, ഞങ്ങളും സൗദിക്ക് തിരിച്ചു പോകാനായി. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള സൽക്കാരമാണ്, അവർക്ക് മാത്രമല്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴിച്ചു വെക്കുകയാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ ഭാവ പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചത്തെ ഒരു 10 ദിവസത്തെ ട്രെയിനിങ് എനിക്കുണ്ട്, TTC ചെയ്യണതിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങളും പോവും. അപ്പോൾ സൽക്കാരങ്ങളൊക്കെ പെട്ടെന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് മുണ്ടേരിക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിലൊരു വിശേഷം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെറിയ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേക്ക് മുറിച്ചിട്ടോ അങ്ങനെ പരിപാടികളായിട്ട് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ബർത്ത്ഡേ നമ്മളങ്ങനെ ഗ്രാൻഡ് ആക്കാറൊന്നുമില്ല, വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷെ എന്നാലും മക്കളുടെ സന്തോഷത്തിനൊരു കേക്ക് മുറിക്കും, അവർക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ അനിയന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ടെടുത്തിട്ട് മോളെ അങ്ങോട്ട് കൊണ്ടുപോയി. ഏതായാലും നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവല്ലേ, അപ്പോൾ അവിടെ നാത്തൂനും ഏതായാലും വിശേഷമൊക്കെ ആയി നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കേക്ക് മുറിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ പോണ വഴിയിൽ നിന്ന് കേക്കൊക്കെ വാങ്ങി അങ്ങനെ സെറ്റ് ചെയ്തിട്ട് മുണ്ടേരിക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ വിലയേറിയ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കല്യാണം സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുവിധം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊണ്ടക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ചുമയും കാര്യങ്ങളും പനിയും ചുമയും ഒക്കെ ആയിട്ട് ഇപ്പോഴും ശരിക്കും ശരിയായിട്ടില്ല കേട്ടോ. വോയിസ് ഓവറൊന്നും കൊടുക്കാൻ തീരെ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകുന്നത്. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്ത് തീർക്കേണ്ട. നമുക്ക് സൗദിക്ക് തിരിച്ച് പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. മുണ്ടേരി വീട്ടിലെത്തി ആദ്യം ചെന്ന് കാണുന്ന കാഴ്ചതാണ് കേട്ടോ. അളിയൊക്കെ നല്ല ഫോമിലാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഫ്രൂട്ട്സും മസാലയൊക്കെ ഇട്ടിട്ടുള്ള വായൻ്റെലിയിൽ വെട്ടിയിട്ടുള്ള പരിപാടിയിലും വീഡിയോ എടുക്കലിലൊക്കെയാണ് അവർ കേട്ടോ. ഇവിടെ ചെന്നപ്പോഴും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫിദമോളെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആയി. കുറേ ആളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇതായിട്ട് അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. നല്ല മുഖത്തൊക്കെ നല്ല സന്തോഷമുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാവരും മേലെ അപ്പങ്കാപ്പൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. മുണ്ടേരി വീടും പരിസരവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും. കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയുന്നവർ തന്നെ ആവും. നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയും. ഞങ്ങളവിടെ മുണ്ടേരി വീട്ടിൽ ചെന്നാൽ പോണ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഞങ്ങളെപ്പോഴും പോകുന്നതും കാണാൻ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും നല്ലൊരു എനർജിയാണ് കേട്ടോ. പോസിറ്റീവ് എനർജിയാണ് അവിടെ പോയിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളപ്പങ്കാപ്പ് പുതിയ പാലാണ്. നമ്മളെ പുതിയ പെണ്ണ് അനിയൻ്റെ വൈഫ് ഇപ്പോൾ ഇതൊന്നും അങ്ങനെ വല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾക്ക് സൽക്കാരത്തിന് വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയത് അവൾക്ക് കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ ഈ പോണ വഴിക്കൽ താത്താൻ്റെയും ഇളയക്കാൻ്റെയും സ്ഥലമുണ്ട്. അവർക്ക്
കൃഷിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിതിൽ കാണാം കേട്ടോ വീഡിയോയിൽ. ഇതിൽ കാണുന്ന ഈ പാലത്തിൻ്റെ അപ്പുറമാണ് കേട്ടോ കാണുന്നത്. ഈ പാലത്തിൻ്റെ അപ്പുറം ഈ കാണുന്നതൊക്കെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള അപ്പങ്കാപ്പ് മുണ്ടേരി അപ്പങ്കാപ്പ് കോളനിയാണ് കേട്ടോ കാണുന്നത്. അതിനിടയിൽ ഇമ്മയും മുത്തച്ഛിയും ഫിദമോളെ നടത്തി കൊണ്ടുപോകാൻ കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല പ്ലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല വലിയൊരു പാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് അനിയനും കുട്ടികളും എല്ലാവരും നിന്നാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നാത്തൂന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇമ്മ അപ്പുറത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യാണ് കേട്ടോ. ബാവ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ഫോട്ടോ എടുക്കാനൊന്നും ബാവിനെ കിട്ടിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ബാവ അവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ താത്താൻ്റെയും അതായത് നാത്തൂൻ്റെയും അളിയക്കാൻ്റെയൊക്കെ സ്ഥലം വരുന്നത്. ആ പച്ച നെറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിലാണ് അവർ സ്ഥലവും കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. തെങ്ങും കവുങ്ങും വായി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ കപ്പയും എല്ലാം ഉണ്ട്. ഞങ്ങൾ മുണ്ടേരി വന്നാൽ ഇവിടെയൊക്കെ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഈ പുഴയിലും അവിടെ താഴത്ത് പുഴയിലൊക്കെ കുട്ടികൾ കളിക്കുന്നതും അങ്ങനെയൊക്കെയാണ്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എത്ര വന്നാലും മതി വരില്ല കേട്ടോ. അങ്ങനത്തെ സ്ഥലമാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇനി സൗദിയിൽ പോയാലാണ് ഇതൊക്കെ മിസ് ചെയ്യുക. ഇങ്ങോട്ടുള്ള ഇടക്ക് വരവും കുട്ടികളെ കളിയും കാര്യങ്ങളും ഇതൊക്കെ എല്ലാവർക്കും കരിക്ക് വെട്ടി എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കരിക്കൊക്കെ വെട്ടിയാണ്ട് കുടിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ തോട്ടത്തിൽ നിന്ന് തന്നെ കരിക്ക് വെട്ടലും കുടിക്കലൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒന്ന് ഭാവിയൊക്കെ വന്നു. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ബായ്.